റിപ്പോർട്ട് ബ്രേക്കിംഗ്. തിരുവനന്തപുരം കവടിയാറിൽ വിദേശ മലയാളിയുടെ ഭൂമി തട്ടിയ കേസിൽ നടന്നത് കോടികളുടെ ഇടപാട്. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് കോടികളാണ് വന്നത്. 3 കോടി രൂപയുടെ പ്രതിഫലമാണ് ഒന്നാം പ്രതിക്ക് കിട്ടിയത്. കേസിലെ സൂത്രധാരനായ അനന്തപുരി മണികണ്ഠന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വരെ പണമെത്തി. പണം നൽകിയത് വ്യവസായി അനിൽ തമ്പി എന്ന് പോലീസ് കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്ക് പണവും മൊബൈൽ ഫോണുകളും നൽകി അനിൽ തമ്പി സ്വാധീനിച്ചുവെന്നും കണ്ടെത്തൽ. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഈ കവടിയാറിലെ ഭൂമി തട്ടിപ്പ് കേസ് വളരെ ദുരൂഹമാണ്. വിദേശ മലയാളിയുടെ പണം തട്ടിയ കേസാണ്. എന്താണിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? ഹരി, ഗുഡ് മോർണിംഗ്. അരുൺ, ഈ തിരുവനന്തപുരം കവടിയാറിലെ ഭൂമി എന്ന് പറഞ്ഞാൽ അരുൺ അറിയാമായിരിക്കും, കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയാണ്. അല്ലെങ്കിൽ ഓരോ വസ്തുവിനും കോടിക്കണക്കിന് രൂപ വരും. അത്തരത്തിൽ 14.5 സെന്റ് ഭൂമി, ഒപ്പം തന്നെ 6000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വീട്, ഇതിന് 10 കോടി രൂപയിലധികം വില വരും. അതാണ് ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖകൾ ഉണ്ടാക്കിയും പ്രതികൾ തട്ടിച്ചെടുത്തത്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യ കണ്ണി എന്ന പോലീസ് കണ്ടെത്തിയിട്ടുള്ള അനിൽ തമ്പി എന്ന വ്യവസായിയെ അറസ്റ്റ് ചെയ്യുന്നത്. ചെന്നൈയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അതിഗുരുതരമായ ചില കണ്ടെത്തലുകൾ കൂടി വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാവ്, പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള അനന്തപുരി മണികണ്ഠനാണ് ഇതിന്റെ വ്യാജരേഖകളെല്ലാം ചമച്ചത്. ആ വ്യാജരേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഒപ്പം തന്നെ ആൾമാറാട്ടം നടത്തുന്ന ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയും 3 കോടി രൂപയാണ് അനന്തപുരി മണികണ്ഠൻ നൽകിയത്. ഈ അനിൽ തമ്പി എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതായത് 2 കോടി രൂപ അനിൽ തമ്പി ഈ അനന്തപുരി മണികണ്ഠന്റെ അക്കൗണ്ടിലേക്കും 1 കോടി രൂപ മണികണ്ഠന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 3 കോടി രൂപ നൽകുകയും അതിൽ 40 ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകുകയും ചെയ്തിരുന്നു. ആ 40 ലക്ഷം രൂപ കൊണ്ടാണ് ഈ ആൾമാറാട്ടം നടത്താൻ വേണ്ടിയുള്ള ആളുകളെ ഇയാൾ കണ്ടെത്തിയത്. ആൾമാറാട്ടം എന്ന് പറയുമ്പോൾ ഈ ഭൂമി ഉള്ളത് ഒരു വിദേശ വനിതയുടെ പേരിലാണ്. ഡോറ അസ്രിയ ക്രിപ്സ് എന്ന് പറയുന്ന ഒരു വിദേശ വനിതയാണ്. മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ വിദേശത്താണ് താമസിക്കുന്നത്. അവർ ഈ ഭൂമി വിൽക്കാൻ താല്പര്യപ്പെടാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വ്യാജരേഖകൾ സൃഷ്ടിക്കാൻ ശ്രമം തുടങ്ങിയത്. അങ്ങനെ ഇവർക്ക് വേണ്ടി, ഇവരാണ് എന്നുള്ള വ്യാജേന മറ്റൊരു സ്ത്രീയെയും ഇവരുടെ വളർത്തുമകളാണ് എന്ന വ്യാജേന വേറൊരു പെൺകുട്ടിയെയും കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്ന് ഇത്തരത്തിലൊരു വ്യാജരേഖകൾ ഉണ്ടാക്കി ആധാരം എഴുതിച്ചത്. അതിന് സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയിട്ടുണ്ട്. 25 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ കൊടുത്തത് എന്നുള്ളത് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് കവടിയാറിലെ ഭൂമിയുടെ കാര്യം മാത്രമാണ്. ഇത് കൂടാതെ തമിഴ്നാട്ടിലും കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അനന്തപുരി മണികണ്ഠൻ ഒരു ട്രസ്റ്റ് തിരുവനന്തപുരത്തുണ്ട്. ആ ട്രസ്റ്റിലേക്ക് വിദേശ പണം അടക്കമുള്ളവ എത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കോടിക്കണക്കിന് രൂപയാണ് ആ ട്രസ്റ്റ് വഴിയും ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഈ വിവാദ വ്യവസായിയായിട്ടുള്ള അനിൽ തമ്പിയും കോൺഗ്രസ് നേതാവായിട്ടുള്ള അനന്തപുരി മണികണ്ഠനും തമ്മിൽ ഇടപാടുകൾ നടത്തി ഇവർക്ക് പുറത്തുനിന്നും പണം എത്തി എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അരുൺ.